ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടോപ്പിക്കുകളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുക. ഒന്നാമത്തേത് ട്രെൻഡ്സ് ഇൻ ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടിംഗ്, രണ്ടാമത്തേത് വെബ് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. ഈ രണ്ട് പോർഷൻസ് ആണ് പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് ട്രെൻഡ്സ് ഇൻ ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടിംഗ്, അതായത് ഓൺലൈൻ ജേർണലിസത്തിലെ, വെബ് ജേർണലിസത്തിലെ, ഡിജിറ്റൽ ജേർണലിസത്തിലെ പ്രവണതകൾ, ന്യൂ ട്രെൻഡ്സ്, പുതു പ്രവണതകൾ, അതാണ് പ്രധാനമായിട്ടും ഒന്നാമത്തെ ടോപ്പിക്ക്. നമുക്ക് സാധാരണ അറിയാം, പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പത്രങ്ങളൊക്കെ ഡിജിറ്റൽ വേർഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈബ്രിഡ് ന്യൂസ് പേപ്പർ എന്നൊരു ടേം കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടിരുന്നു. പത്രങ്ങളൊക്കെ പ്രിന്റ് ഹാർഡ് കോപ്പി ചെയ്യുമ്പോഴും അതിനൊപ്പം പത്രങ്ങൾ എല്ലാം ഓൺലൈൻ എഡിഷനുകളും ആരംഭിക്കുകയാണ്. ചാനലുകളും അവരുടെ സാധാരണ ബ്രോഡ്കാസ്റ്റിങ്ങിനൊപ്പം IPTV എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരികയാണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ എന്നാണ് IPTV എന്ന് പറയുക. IPTV എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ. എവിടെയെങ്കിലും വെച്ച് നിങ്ങളോട് പരീക്ഷകൾക്ക് ചോദിച്ചേക്കാം IPTV എന്താണ് എന്നുള്ളത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ എന്നാണ്. അപ്പം വെബ് സ്ട്രീമിങ്ങിലേക്കും ലൈവ് സ്ട്രീമിങ്ങിലേക്കും IPTVയിലേക്കുമൊക്കെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് മാറുന്നു. പത്രങ്ങൾ അവരുടെ ഹാർഡ് കോപ്പി അഥവാ പ്രിന്റ് മാധ്യമം എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് ഡിജിറ്റൽ മാധ്യമത്തിലേക്ക് മാറുന്നു. അതായത് അവരുടെ ഓൺലൈൻ എഡിഷനുകളും ഈ പേപ്പറുകളും സാധാരണമായി മാറുന്നു. ഇതൊക്കെ ഓൺലൈൻ രംഗത്തുണ്ടാകുന്ന, വെബ് ജേർണലിസത്തിൽ ഉണ്ടാകാവുന്ന വലിയ മാറ്റങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഡാറ്റാബേസ് ജേർണലിസം എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങളുടെ മാറ്റങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടുള്ളത് ഒന്ന് രണ്ട് പുതു പ്രവണതകൾ ഓൺലൈൻ ജേർണലിസവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുക. ഒരു യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ആണ്. യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ആണ്. നമ്മൾ UGC എന്നൊക്കെ പറയും. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ല ഇവിടെ നമ്മൾ പറയാ, യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, UGC. അതുപോലെ വേറൊരു വാക്കുണ്ട്, ഇലക്ട്രോണിക് ന്യൂസ് ഗാദറിംഗ്, ENG, ഇലക്ട്രോണിക് ന്യൂസ് ഗാദറിംഗ്. അത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ടേമാണ്. ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വാർത്ത ശേഖരിക്കുന്ന ന്യൂസ് സോഴ്സ്, അത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ പ്രയോജനപ്പെടുത്തി ന്യൂസ് ഗാദറിംഗ് മെത്തേഡ് നമ്മൾ നടത്തുന്നതാണ് ENG എന്ന് പറയുക, ഇലക്ട്രോണിക് ന്യൂസ് ഗാദറിംഗ്. അതുപോലെ തന്നെയാണ് UGC, യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. മറ്റൊരു ടേം ഇതുമായി ബന്ധപ്പെടുത്തി ഓർക്കാനുള്ളത് കാർ എന്നാണ്, CAR, കാർ. നോട്ട് കുറിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാർ എന്നൊരു ടേമാണ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് റിപ്പോർട്ടിംഗ്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് റിപ്പോർട്ടിംഗ്. Basically, new 3 terms we introduced now. One is UGC. UGC means user generated content. Next one, ENG, even though it is not new, most of the people may be familiar with this term. That is ENG, electronic news gathering. Then third one, that may be a new term to you, a CAR, 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 that is associated with the reporting process. The CAR means computer assisted reporting. Computer assisted reporting. Basically, this is a common format most of the times, even in the modern world. Most of the reporters depend to collect information over the news gathering process now. These 3 terms
Make sure to remember CAR, ENG, and UGC. 3 times. These terms are not only related with the online journalism, in print and visual media also these techniques we use, very clearly we use. Then, in connection with the new trend, the first term you should remember is participatory journalism. Participatory journalism, all of us are familiar with this in connection with the different type of journalism or the different styles of reporting. There we have met this participatory journalism. Participatory journalism means the common people get opportunity to inform their interest, their attitude, and their collected copy for the entire people through a particular media organization. That is participatory journalism. Or basically the participatory journalism is a changing phase of the online journalism. Along with the 5 Ws and 1H of the traditional reporting process, in participatory journalism, we introduce one more V here. We are aware about the 5 Ws and 1H, which is associated with the reporting process and especially the traditional process. What happened? When did it happen? Where did it happen? Who involved? And what, where, when, who, and why. These are the 5 Ws. And 1H, how. This is the common format we follow in connection with the traditional reporting process. നമ്മൾ സാധാരണ വാർത്തകൾ ഇടുന്ന സമയങ്ങളിൽ നമ്മൾ ഈ 5 W'നും ഒരു H'നും ഉത്തരം കൊടുക്കാനാണ് ശ്രമിച്ചിരിക്കുക. പാർട്ടിസിപ്പേറ്ററി ജേർണലിസത്തിൽ ഇത് കൂടാതെ ഒരു W'നെ കൂടി ആഡ് ചെയ്താണ് നാം പറയുക. ദിസ് W മീൻസ് വി, WEV, നമ്മൾ, ഞങ്ങൾ. That means the audience. ഓഡിയൻസിന് വ്യക്തമായ പങ്കാളിത്തം, നമ്മുടെ പ്രേക്ഷകന്, നമ്മുടെ ശ്രോതാവിന്, നമ്മുടെ വായനക്കാരന് വ്യക്തമായൊരു പങ്കാളിത്തം ഈ പാർട്ടിസിപ്പേറ്ററി ജേർണലിസത്തിൽ കിട്ടുന്നു. അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു W കൂടി നമ്മൾ ചേർക്കുന്നു, അത് വി എന്നാണ്. WEV, ഞങ്ങൾ, നമ്മൾ എന്ന് നമ്മൾ പറയുന്ന വാക്ക്. അപ്പം ഓഡിയൻസിന് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ് ഓർ എ സിറ്റിസൺ ഗെറ്റ് എ ചാൻസ് ടു ഇൻവോൾവ് ഇൻ ദി ജേർണലിസം പ്രോസസ്, റിപ്പോർട്ടിംഗ് പ്രോസസ്. അതാണ് പാർട്ടിസിപ്പേറ്ററി ജേർണലിസം. ഈ പാർട്ടിസിപ്പേറ്ററി ജേർണലിസം എന്ന് പറയുന്നത് ഓൺലൈൻ ജേർണലിസത്തിലെ പുതിയൊരു ട്രെൻഡാണ്. അത് ഈ കേൾക്കുന്നയാള്, കാണുന്നയാള്, വായിക്കുന്നയാള് അനലൈസ് ചെയ്യുകയാവാം. നമ്മൾ കണ്ടിരുന്നു റെസ്പോൺസ് റേറ്റ് ഓൺലൈൻ ജേർണലിസത്തിൽ കൂടുന്നു. കാരണം they are getting the opportunity to provide the feedback or response the same moment or while during reading or watching or viewing. പത്രത്തിൽ അത് സാധ്യമല്ല. There they have to wait for some days. For magazines they have to wait for some weeks. But in case of online media, the same moment itself, by simply typing their response, they can send in comment box. വളരെ എളുപ്പമാണ്. യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നു, നമുക്ക് സപ്പോർട്ട് ചെയ്യണം, നമുക്ക് പ്രോത്സാഹിപ്പിക്കണം, അല്ല നമുക്ക് നിശ്ചിതമായി വിമർശിക്കണം. വിത്ത് ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ്, ക്രിട്ടിക്കൽ മൈൻഡ്, that we can simply respond. But in case of newspaper, that kind of operations are not possible. Possibilities are there, but there we have to wait for some days to get the response. അതാണ് ഒരു പ്രത്യേകത. അപ്പൊ പാർട്ടിസിപ്പേറ്ററി ജേർണലിസം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ജേർണലിസത്തിന്റെ പുതിയൊരു ട്രെൻഡാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അത് വലിയൊരു പ്രത്യേകതയാണ്. രണ്ടാമത്തത് ക്രൗഡ് സോഴ്സിംഗ് എന്ന വാക്കാണ്. CROWD, ക്രൗഡ് സോഴ്സിംഗ്. അതായത് ഹിയർ ഓൾസോ the online journalists collect material or information or data from audience. വലിയൊരു ക്രൗഡിൽ നിന്ന് തന്നെ ഈ സോഴ്സ് ഡെവലപ്പ് ചെയ്യുക.
സോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് ജെഫ് ഹോവ് എന്ന് പറയുന്ന ആളാണ്, JEFFHOWE. ജെഫ് ഹോവ് എന്ന് പറയുന്ന ആളാണ് 2006 ഈ ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ടേം ജേർണലിസം മേഖലയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് UGC കൂടുതലായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത, എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫോട്ടോയും വീഡിയോയും സ്റ്റോറിയും ഒക്കെ വായനക്കാരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നു. Content submitted by readers are nowadays used in many sections of the media website, from news comments or post to free blog services. നമ്മളത് കാണുന്നതാണ്. ഒരു അഭിപ്രായം തന്നെ വലിയ വാർത്തയാക്കി മാറ്റാം, നമ്മുടെ പ്രതികരണങ്ങൾ തന്നെ വലിയ വാർത്തയാക്കി മാറ്റുന്നത് നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ക്രൗഡ് സോഴ്സിംഗ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് രണ്ടാമത്തത്. ഒന്നാമത്തെ പാർട്ടിസിപ്പേറ്ററി ജേർണലിസം, രണ്ടാമത്തത് ക്രൗഡ് സോഴ്സിംഗ്. രണ്ടും ഏതാണ്ട് ഒരേപോലെ പോകുന്നതാണ്, രണ്ട് ടേമുകളിലേക്ക് നമ്മൾ പറയുന്നു. ഏതാണ്ട് ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മൂന്നാമത്തതും ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടിംഗ്. ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടിംഗ് മൂന്നാമത്തെ ഇതാണ്. അതായത് ഇതിനെ നമ്മൾ കൊളാബറേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് നമ്മൾ പറയും. ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടിംഗ് നമ്മൾ കൊളാബറേറ്റീവ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൊളാബറേറ്റീവ് റിപ്പോർട്ടിംഗ് നമ്മൾ പറയും. സിറ്റിസൺ ജേർണലിസം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ജേർണലിസവുമായിട്ട് സമാനതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓപ്പൺ സോഴ്സുകളെ, വിക്കിപീഡിയ ഉദാഹരണമാണ്, ഓപ്പൺ സോഴ്സുകളെ പ്രയോജനപ്പെടുത്തി നമ്മൾ വാർത്തകൾ കൈകാര്യം ചെയ്യും. ആളുകളുടെ വിജ്ഞാനവും ജ്ഞാനവും ഒക്കെ പ്രയോജനപ്പെടുത്തി ജനറൽ പബ്ലിക്കിൽ നിന്ന് വിക്കി ന്യൂസോ വിക്കിപീഡിയയോ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അവസരങ്ങൾ നേടിയെടുത്ത് അത് നമ്മൾ ഈ ഓൺലൈൻ ജേർണലിസത്തിന് വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത്. പാർട്ടിസിപ്പേറ്ററി ജേർണലിസം, ക്രൗഡ് സോഴ്സിംഗ്, ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടിംഗ്, ഇതൊക്കെ ഓൺലൈൻ ജേർണലിസത്തിന്റെ പുതിയ ട്രെൻഡുകളാണ്. പത്രങ്ങളും ചാനലുകളും ഇത് അത്രമാത്രം പ്രയോഗിക്കുന്നില്ല. മറ്റൊന്ന് അനോട്ടേറ്റീവ് റിപ്പോർട്ടിംഗ്. അനോട്ടേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അനോട്ടേറ്റീവ് റിപ്പോർട്ടിംഗ്, ANNOTATIVE, അനോട്ടേറ്റീവ് റിപ്പോർട്ടിംഗ്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രൊഫഷണൽ ജേർണലിസ്റ്റുകൾ മാത്രമല്ല വാർത്തകൾ നൽകുന്നത്, കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. നോറ പോൾ എന്ന് പറയുന്ന ആളാണ് അനോട്ടേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്ത്, NORAPAUL. നോറ പോൾ എന്ന് പറയുന്ന ആളാണ് അനോട്ടേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്ത് കൊണ്ടുവന്നത്. അതായത് ഇത് അനോട്ടേറ്റീവ് റിപ്പോർട്ടിംഗ് explains that the interactive new media environment stimulates the reader or users to construct their own news. നമ്മുടെ വായനക്കാരന് വാർത്തകൾ കൊടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ സമ്മാനിക്കുന്നു, അല്ലെങ്കിൽ they construct their own news എന്നുള്ളതാണ് പ്രത്യേകത. അതായത് വായനക്കാരനിലേക്ക് കൂടി അവന്റെ എക്സ്പ്ലനേറ്ററി നോട്ടുകൾ വഴി, അവന്റെ അനോട്ടേഷൻ വഴി, അവന്റെ കമന്ററി വഴി അവന് മാധ്യമ പ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് പ്രധാനമായും ഓൺലൈൻ ജേർണലിസവുമായി ബന്ധപ്പെടുത്തിയ പ്രധാനപ്പെട്ട ട്രെൻഡുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുക. ജനറൽ ആയിട്ടുള്ള ട്രെൻഡുകളാണ്. ഏതാണ്ട് പാർട്ടിസിപ്പേറ്ററി ജേർണലിസവും ക്രൗഡ് സോഴ്സിങ്ങും ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടിങ്ങും അനോട്ടേറ്റീവ് റിപ്പോർട്ടിങ്ങും ഒക്കെ ഒരേ തലത്തിൽ പോകുന്നതാണ്. ആളുകൾക്ക് പങ്കാളിത്തം കൊടുക്കുന്നതോടുകൂടി കൂടുതൽ ആളുകളെ രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത.